എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചക്കക്കുരു മുരിങ്ങക്കായ ഇട്ട ചെമ്മീൻ മാങ്ങാക്കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നാടൻ കറിയാണിത്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ, അപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ ചെമ്മീനും ചക്കക്കുരും മാങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ക്ലീനാക്കിയ ശേഷം ഒരു 400 ഗ്രാം ചെമ്മീനാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചക്കക്കുരുയാണ്. ഞാനിത് പച്ച ചക്കയുടെ ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല മൂത്ത് പഴുത്ത് ചക്കയുടെ ചക്കക്കുരു ആണെങ്കിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ വേണ്ടതാണ് ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി. പുളി കുറവാണെങ്കിൽ ഫുള്ളായിട്ടൊരു പച്ചമാങ്ങ തന്നെ വേണം. എപ്പോഴും പച്ചമാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് മുരിങ്ങക്കായാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഈ മീൻകറി തയ്യാറാക്കുന്നത്. പിന്നെ ഈ കറിയിലേക്ക് വേണ്ടത് ഒരു 10-15 കൊച്ചുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പച്ചമാങ്ങയും ചക്കക്കുരും മുരിങ്ങക്കായും ചേർത്തിട്ടുള്ള ചെമ്മീൻ കറി തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ ചട്ടിയിലേക്ക് ചേർക്കുന്നത് ചക്കക്കുരുവാണ്. ഇത് പച്ചച്ചക്കയുടെ ചക്കക്കുരു ആയതുകൊണ്ടാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ചട്ടിയിലിട്ട് വേവിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ്. പിന്നെ ചേർക്കുന്നത് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഇത് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. ഇനി ഞാൻ ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ്. അങ്ങനത് അടച്ചു വെച്ച ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് സ്ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനത് ചക്കക്കുരു ഇട്ടൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ചക്കക്കുരു ഒക്കെ ഒന്ന് വെന്തോ എന്നുള്ളത് നോക്കാം. നന്നായി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ചക്കക്കുരിയൊക്കെ ഒന്ന് പകുതി വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു മാങ്ങ തന്നെയാണ് ചേർക്കുന്നത്, കാരണം ഈ മാങ്ങയ്ക്ക് അത്ര പുളിയൊന്നുമില്ല. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുരിങ്ങക്കായാണ്. എന്നിട്ട് ചക്കക്കുരുവും മുരിങ്ങക്കായും മാങ്ങയും എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഒരു തിള വരുന്ന വരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ടാണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർക്കേണ്ടത്. മുരിങ്ങക്കായും മാങ്ങയൊക്കെ വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഇപ്പോൾ അരമുറി തേങ്ങയാണ് പീരയാക്കി എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഒരു 5 കാശ്മീരി ചില്ലി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 3 കൊച്ചുള്ളിയാണ്. 1-2 കറിവേപ്പിലയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഞാനിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കത് നന്നായൊന്ന് അരച്ചെടുക്കാം. അങ്ങനത് നമ്മുടെ അരപ്പൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയും മുരിങ്ങക്കായും വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർക്കാം. അങ്ങനെ നമുക്ക് മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയോ എന്നുള്ളത് നോക്കാം. മാങ്ങയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി ഇത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഒരു 3/4 വേവാകുമ്പോഴാണ് നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കേണ്ടത്. അതിനുശേഷം ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് ഇതിലേക്ക് വെള്ളം കൂടി ചേർക്കാം. ഞാനിത് മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
അരപ്പൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർക്കാം. ഞാനിവിടെ ഇപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 400 ഗ്രാം ചെമ്മീനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു തിള വന്നാൽ മതി. അല്ലാണ്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീനൊക്കെ ഹാർഡ് ആവുന്നതാണ്. അപ്പോൾ ചെമ്മീനെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് മാറ്റിയ ശേഷം നമുക്കത് അടച്ചു വെച്ച് ഒരു തിള വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് കീറിയതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനെന്താ കറിയൊക്കെ ഒരുവിധം ചെറുതായിട്ടിങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. മാങ്ങയും മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കല്ലുപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അങ്ങനെ ഇത് കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു തക്കാപ്പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഈ കറി കടുക് വറുക്കാൻ. ഇത് വെളിച്ചെണ്ണയൊക്കെ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ. അങ്ങനെ ഇത് കടുകും ഉലുവയൊക്കെ നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞതും ചേർക്കാം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനത് ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അതിനത് കടുക് വറുത്തതും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അതിനത് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ എന്താ നമ്മുടെ ചക്കക്കുരു ചെമ്മീൻ മുരിങ്ങക്ക മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഒരു നാടൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നമുക്കൊരു കറിവേപ്പിലയും കൂടി വെച്ച ശേഷമാണ് അടച്ചു വെക്കേണ്ടത്.